ഹായ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ചെടിച്ചട്ടിയും അതേപോലെ തന്നെ 2 ചെറിയ പോണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മത്സ്യമൊക്കെ വളർത്താനുള്ള, കുട്ടികൾക്ക് മത്സ്യമൊക്കെ വളർത്താനുള്ള ചെറിയ ഒരു പോണ്ടും, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പോണ്ട് നമുക്ക് വാട്ടർ പ്ലാന്റ്സൊക്കെ വളർത്താൻ പറ്റിയ ഇങ്ങനെ ഒരു വാട്ടർ പ്ലാന്റ്സൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ടൊരു പോണ്ടും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചട്ടിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എംസാൻഡും സിമെൻറ്റും കൂടിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ എംസാൻഡ് നമ്മൾ തേപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് വളരെ മിനുസമുള്ള തരികളൊന്നുമില്ലാത്ത ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എംസാൻഡും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ എംസാൻഡും സിമെൻറ്റിൻ്റെ റേഷ്യോ 2:1 അതായത് എംസാൻഡ് 2ഉം സിമെൻറ്റ് 1ഉം ആ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തരികളുള്ള എംസാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടിക്ക് വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തേപ്പിന് ഉപയോഗിക്കുന്ന മിനുസമുള്ള എംസാൻഡ് എടുക്കണം, അല്ലെങ്കിൽ മണലായാലും മതി. അപ്പോൾ നമ്മളത് ചട്ടിയിലിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഒരു വലിയൊരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഒരു വടി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ചട്ടിയിൽ വിള്ളലൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ മണൽ എന്താണെന്ന് വെച്ചാൽ അത് മഴയത്തുള്ളതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ വെള്ളമുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇവിടെ. അപ്പോൾ എൻ്റെ മകനാണ് ഈ ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വടി വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാറാണ് പതിവ്. വളരെ കുറച്ച് വെള്ളം ഒട്ടും കൂടി പോകരുത്. കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ ഇതിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാൻ പ്രയാസമാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ പുട്ടും പൊടിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പരുവാണ്. ഇതാ ഇങ്ങനെ അമർത്തി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടയായിട്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിലും കൂടി പോയാൽ നമുക്ക് വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നല്ല ഡിസൈനുള്ള പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടിയുടെ പുറം ഭാഗത്ത് നല്ലൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെയുള്ള ഡിസൈൻ എടുത്താൽ മതി. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു 2 ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹോൾസായിട്ട് ഉപയോഗിക്കാം, ചട്ടിയുടെ ഹോൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ചട്ടിയിൽ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് സിമെൻറ്റ് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സിമെൻറ്റും മണലും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് സിമെൻറ്റും മണലും ഇട്ടതിന് ശേഷം ഇങ്ങനെയുള്ളൊരു പാത്രം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിതിങ്ങനെ അമർത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണ ഇങ്ങനത്തെ എന്തെങ്കിലും പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിങ്ങനെ അമർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഹോൾസാണ് ഈ താഴെ കാണുന്നത്. നമ്മളത് അതിൻ്റെ ചട്ടിയുടെ അങ്ങനെ 2 ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഹോൾസായിട്ട് എടുക്കുന്നത് ഇവിടെ. ഇനി സിമെൻറ്റ് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ താഴെ അടിഭാഗത്ത് നിന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അടിഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മുകൾ ഭാഗം വരെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ ബക്കറ്റുകളിലും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന ബക്കറ്റൊന്നും കേടായി പോകുന്നില്ല. നമുക്ക് എന്ത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മുകൾ ഭാഗം വരെ നന്നായിട്ട് അമർത്തിയിട്ട് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ അത് താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ വെള്ളം ഒട്ടും കൂടാതെ നോക്കണം. ഇനിയിപ്പോൾ അത് അടിഭാഗം വീണ്ടും ഒന്ന് ഈ പാത്രം വെച്ചിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾസും കൂടെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ. അവിടെയാണ് നമ്മൾ 2 ഹോൾസ്.
ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മിനുസാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചട്ടിക്ക് എത്രയാണോ അതിൻ്റെ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ സൈഡ് ഭാഗത്ത് ഇങ്ങനെ അത്രയ്ക്കും വെച്ച് കൊടുത്താൽ മതി. വല്ല കമ്പ് എന്തെങ്കിലും കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര തിക്നെസ് നമുക്ക് വേണ്ടത്, അതിനനുസരിച്ച് അത് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിനുസാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ഈ എഡ്ജ് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലുള്ളൊരു റൗണ്ട് ഷേപ്പുള്ള, ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബക്കറ്റാണ്, റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും പാത്രം എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ വിള്ളൽ വരും. അപ്പോൾ നന്നായിട്ട് അമർത്തി കൊടുക്കുക. അമർത്തിയിട്ട് എല്ലാ എഡ്ജും ഇതേപോലെ ശരിയാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ടും നമ്മളത് മിനുസാക്കി എഡ്ജൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബക്കറ്റ് വെച്ച ആ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ, നന്നായിട്ട് മിനുസാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഹോള് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കമ്പ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞങ്ങൾക്ക് ഇതിന് ഹോള് 2 ഹോൾ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഹോള് വേണ്ട, അതുകൊണ്ട് ഈ കമ്പ് വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എത്ര ഹോളാണോ വേണ്ടത് വെച്ചാൽ അത്രയ്ക്കും കമ്പ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഈ മോൾഡിൽ നിന്നും ഇത് അടർത്തിയെടുക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം, അപ്പോൾ ഇത് നമ്മൾ അടർത്തി എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം നന്നായിട്ട് അത് സെറ്റായിട്ടുണ്ടാവില്ല, അപ്പം പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് കമഴ്ത്തിയിട്ട് എടുക്കാൻ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കമഴ്ത്തി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിന് ശേഷം എന്തെങ്കിലും കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതൊന്ന് മുകൾ ഭാഗത്തു നിന്നൊന്ന് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ കമ്പി ഇട്ടിട്ട് വലിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പം ഈ പാത്രം എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പം പാത്രം ഉരുകി പോകുന്ന അത്ര ചൂടുള്ളത് ഒഴിക്കരുത്, ഒരു ആവശ്യം മിതമായ ചൂടുള്ള വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ചട്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ, മുകൾ ഭാഗവും അടിഭാഗമൊക്കെ നല്ലൊരു ഡിസൈൻ ഉണ്ട്. നമ്മുടെ ഈ ചട്ടിയിൽ ഉണ്ടായിരുന്ന ഡിസൈനൊക്കെ അതിലുണ്ട്. ഇനി ഇതിൻ്റെ 2 ഹോളും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് നമ്മളതൊന്ന് എടുത്തതിന് ശേഷം ഇത് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു 2-3 ദിവസം ഇതൊന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കണം, എന്നാലേ നമ്മുടെ ചട്ടി നല്ല ഉറപ്പ് കിട്ടുള്ളൂ. വെള്ളത്തിൽ ഇറക്കി വെക്കുകയോ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് വെക്കുകയോ ചെയ്താലും മതി. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇവിടെ ഇറക്കി വെക്കുകയാണ് ചെയ്യാറ്. ഒരു 3 ദിവസമെങ്കിലും മിനിമം ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കിയിരിക്കണം. അപ്പോഴാണത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇത് പാത്രം വളരെ ചെറിയൊരു പാത്രമാണ്, അപ്പോൾ അത് ഫുള്ളായിട്ട് ചട്ടി ഇറങ്ങിയിരിക്കണില്ല. അപ്പം നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി കൊടുക്കുന്നത്. അതിന് ശേഷം 3 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ചട്ടി. അപ്പോൾ കൈകൊണ്ട് എടുക്കുമ്പോൾ ഒന്നും പൊട്ടുന്നൊന്നുമില്ല, നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ചട്ടി. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. ഈ ചട്ടി ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം, അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഇതിലേക്ക് ഗ്രൗട്ടും കൂടെ തേച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ഗ്രൗട്ട് നല്ല തിക്കായിട്ട് എടുക്കണം, എന്നാലേ ഈ ചട്ടി നല്ല ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ട് വേണം ഗ്രൗട്ട് കലക്കിയെടുക്കാൻ. അപ്പോൾ കുറച്ച് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കട്ടിയുള്ള രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ചട്ടിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അത് ചട്ടിയുടെ മുകളിൽ തേക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാ ഭാഗത്തും ഇത് ഗ്രൗട്ട് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തും കൂടെ ഞങ്ങൾ തേക്കുന്നുണ്ട്. ഉൾഭാഗത്ത് തേക്കണം നിർബന്ധമില്ല. അപ്പോൾ ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ടും ഗ്രൗട്ട് തേക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗട്ട് തേച്ചതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 2 ദിവസം കൂടി ഒന്ന് ചട്ടി ഒന്ന് നനച്ചു കൊടുക്കണം, എന്നാലേ അത് നല്ല ഉറപ്പുണ്ടാവുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഗ്രൗട്ട് തേച്ചതിന് ശേഷം 2 ദിവസം നനയ്ക്കുക, അതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് നമുക്കത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു അങ്ങനെ ആമ്പൽ പോണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളർത്താനുള്ള ചെറിയൊരു പോണ്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊരു വട്ടപാത്രമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്ത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം ഇതേ അളവിൽ നമ്മൾ എംസാൻഡും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് സിമെൻറ്റിൻ്റെ പൊടി ഒന്ന് നമ്മുടെ അത് സിമെൻറ്റിൻ്റെ മിക്സയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിമെൻറ്റിൻ്റെ പൊടി ഒന്ന് ജസ്റ്റ് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടാക്കി അതേ മോഡലിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്, ഈ പോണ്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സിമെൻറ്റും മിക്സും എല്ലാം കൂടെ ഇതിൽ അടിഭാഗത്ത് ആദ്യം ഇട്ട് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ ചെറിയൊരു പാത്രം ഉപയോഗിച്ചിട്ട് അടിഭാഗം ഫ്ലാറ്റായിട്ട് പാത്രം ഉപയോഗിച്ചിട്ട് അമർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ മീനുകളെ വളർത്താനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മളിത് ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് അടിഭാഗവും ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മിനുസാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ചട്ടി ഉണ്ടാക്കുന്നത് എൻ്റെ മകനാണ്. അവനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ വാട്ടർ പ്ലാന്റ്സ് വളർത്താനായതുകൊണ്ട് നമ്മൾ അടിഭാഗത്ത് ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് ചെടികളൊക്കെ വെക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഞങ്ങളിത് വാട്ടർ പ്ലാന്റ്സ് വളർത്തുന്നതിനും പിന്നെ അതേപോലെ ഫിഷുമാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഇതിന് ഹോളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ അറ്റഭാഗം ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. അതേപോലെ ഒരു ബക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് പാത്രത്തിലും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിച്ച മോൾഡ് കേടായി പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മോൾഡ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളടുത്ത് ബക്കറ്റോ എന്തുണ്ടെങ്കിലും അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഇത് ഒരു 24 മണിക്കൂറിന് ശേഷം ഈ പോണ്ട്, അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കമഴ്ത്തി എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ അത് ജസ്റ്റ് കമഴ്ത്തിയപ്പോഴേക്ക് തന്നെ തടർന്നു പോന്നു. അപ്പോൾ ഈ പോണ്ട് അതേപോലെ തന്നെ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഒരു 2-3 ദിവസം നമ്മളിതിൽ വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഹോളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മളൊരു തുണിയിട്ട് മൂടി കൊടുക്കുകയാണ്. അപ്പോൾ വെയിൽ തട്ടാതിരിക്കാനാണ് കേട്ടോ സൈഡ് ഭാഗമൊക്കെ നമ്മളിങ്ങനെ തുണി കൊണ്ട് മൂടിയിട്ട് കൊടുക്കുന്നത്. 3 ദിവസത്തിന് ശേഷം അതുപോലെ വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ചു. അതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്രൗട്ടൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ദിവസം നനച്ചു.
എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചട്ടികളാണ്. ഇതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പെയിൻറ്റാണ് ഇപ്പോൾ ഇതിന് ചെയ്യുന്നത്. ഇത് വീട്ടിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ചുമരൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പെയിൻറ്റാണ്, എമൽഷനാണ്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്, വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ് ആദ്യം തന്നെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ ചട്ടിയുടെ ഉൾഭാഗത്ത് അടിക്കുന്നത്. ഇനി നമ്മൾ ഇത് ചട്ടിയുടെ പുറം ഭാഗത്ത് അടിക്കുന്നത് ടെറാക്കോട്ട പെയിൻ്റാണ്. ഇതും ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഏകദേശം ഇങ്ങനത്തെ ഒരു ടിന്നിന് 200 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് ഒരുപാട് ചട്ടികൾക്ക് ഉണ്ടാവും. ഇത് ഈ ഒരു പാത്രം വാങ്ങുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു ടിന്നിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ കുറേ ചട്ടികൾക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഓടിനൊക്കെ അടിക്കുന്ന ഒരു പെയിൻ്റാണിത്. അപ്പം നമ്മൾ ഇതുപോലുള്ള വേറൊരു രീതിയിലുള്ള 2 ടൈപ്പ് ചട്ടികൾ ഉണ്ടാക്കുന്ന വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ കാണണം. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചട്ടികളും നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ നമുക്ക് തന്നെ ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ചട്ടി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു മോൾഡിലാണ് ഞങ്ങൾ ഈ ചെറിയൊരു ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് ചെറിയ ചട്ടികളും കുറച്ച് വലിയ ചട്ടികളുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചെറിയ ചട്ടി ഈ മോൾഡിൽ ഉണ്ടാക്കിയെടുത്തതാണ്. വലിയ ചട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കറുപ്പ് കളറ് മോൾഡിൽ കാണിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ചട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ചട്ടി ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മുന്നേ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ ഈ ചട്ടിയുടെ ഉൾഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് അതിനൊക്കെ. താങ്ക്